നമുക്ക് നല്ല സോഫ്റ്റ് ആൻഡ് ക്രീമി കസ്റ്റാർഡ് പുഡിംഗ് ബൈറ്റ്സിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ ഞാനിതൊരു വീഡിയോ കണ്ടിട്ട് ചെയ്ത ഒരു റെസിപ്പിയാണ്. അപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു പണി കിട്ടി. എന്താണ് പണി കിട്ടിയത് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ആവശ്യത്തിന് പാലും കസ്റ്റാർഡ് ഒഴിച്ച് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു പാനിലേക്ക് ആവശ്യത്തിന് പാലും മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും അതേപോലെ 2-3 ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. ഇതിട്ടിട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് പാൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ റെഡി ആക്കിയിട്ടുള്ള കസ്റ്റാർഡിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ എനിക്ക് കിട്ടിയ പണി എന്താണെന്ന് വെച്ചാൽ ഞാൻ കണ്ട വീഡിയോയിൽ കോൺഫ്ലവറോ ചൈന ഗ്രാസോ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പുഡിങ് സെറ്റായി കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾ കോൺഫ്ലവറൊക്കെ ആഡ് ചെയ്ത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് തിക്കാക്കി കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ പുഡിങ് ട്രേ ഒന്ന് ബട്ടർ വെച്ചിട്ടോ അല്ലെങ്കിൽ നെയ്യ് വെച്ചിട്ടോ ഗ്രീസ് ചെയ്ത് അതിലേക്ക് ഒഴിച്ച് ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്താൽ നമ്മുടെ ക്രീമി ആൻഡ് സോഫ്റ്റി കസ്റ്റാർഡ് പുഡിങ് ബൈറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.